നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തിരുവല്ല പുഷ്പമേളയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. കുറ്റപ്പുഴ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ചിത്രരചന മത്സരം തിരുവല്ല MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ഭാവനയുള്ളവരാണ് പുതിയ കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളും ഞാനിപ്പോൾ മുത്തച്ഛനാണ്, ഞങ്ങളൊക്കെ അതിന്റെ അനുഭവസ്ഥരാണ്. കുഞ്ഞുങ്ങളെ നമ്മുടെ കുട്ടിക്കാലത്തെ പോലൊന്നുമല്ല, വലിയ ഭാവനയുള്ളവരാണ്. വലിയ സാധ്യതകൾ അവർക്കുണ്ട്, നിരവധിയായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമമാകണം ചിത്രരചനയ്ക്ക് അവർക്ക് നൽകുന്ന അവസരങ്ങൾ എന്ന് മാത്രം സൂചിപ്പിക്കുക. ഈ ചിത്രരചന നടക്കുന്നത് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി ജനുവരി മാസം 30 മുതൽ ഫെബ്രുവരി 9 വരെ നടത്തുന്ന പുഷ്പമേളയുടെ മുന്നോടിയായിട്ടാണ്. ആ പുഷ്പമേള കാണാൻ എല്ലാവരും എത്തണം. കുറച്ചധികം ദിവസങ്ങളായി ഈ വേദിയിലിരിക്കുന്ന ആളുകൾ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം വലിയ അധ്വാനം കുറെ അധികം ദിവസമായി. പുഷ്പമേളയ്ക്ക് 9 തീയതി നടക്കാൻ 8-ാം തീയതി വന്ന് ക്രമീകരിച്ച പോലെ അവർ മാസങ്ങളായി അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. അപ്പോ കുഞ്ഞുങ്ങൾ എല്ലാവരും പുഷ്പമേളയ്ക്ക് എത്തണം. നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടി വരണം, സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കൂട്ടി വരണം. ഒരു മഹാ ഉത്സവമായി ജനുവരി 30 മുതൽ 9 വരെ തിരുവല്ല നഗരത്തെ മാറ്റിയെടുക്കാൻ നമുക്കാകണം. ആ ഒരു പ്രയത്നത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രരചന മത്സരം നടത്തുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ചിത്രരചന മത്സരത്തിനും അതിന്റെ ശേഷം നടക്കുന്ന പുഷ്പമേളയ്ക്കും പുഷ്പോത്സവം എന്താ പേര് പുഷ്പമേള 2025നും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ചിത്രരചന മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം. EC മാത്യു അധ്യക്ഷത വഹിച്ചു. TK സജീവ്, സാമീപ്പൻ, റോജി കാട്ടാശ്ശേരി, ജേക്കബ് തോമസ് തക്കേപ്പുരക്കൽ, അജി തമ്പാൻ, അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, TJ ജെയിംസ്, PA ബോബൻ, EA എലിയാസ്, സുജ സൂസൻ, മേരി തോമസ്, പ്രഭ ഐപ്പ്, ഓമന സാമുവൽ, വത്സമ്മ ജോൺ, അനിത ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.